യുക്രൈനെതിരെ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ആക്രമണം നടത്തി റഷ്യ. 400 ഡ്രോണുകളും 40 മിസൈലുകളും ഉപയോഗിച്ചാണ് യുക്രൈനിൽ ഉടനീളം റഷ്യ ആക്രമണം നടത്തിയത്. ഇക്കാര്യം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യൻ വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ട് ഏതാനും ദിവസം മുൻപ് യുക്രൈൻ നടത്തിയ ഓപ്പറേഷൻ സ്പൈഡർ വൈപ്പ് എന്ന് പേരിട്ട ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയാണ് ആക്രമണം. ഇന്ന് രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും നഗരങ്ങളിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 400-ലേറെ ഡ്രോണുകളും 40-ലേറെ മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തി. 80-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുറെ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് സെലൻസ്കി ശനിയാഴ്ച എക്സിൽ അറിയിച്ചു. ദൗർഭാഗ്യവശാൽ ലോകത്തെ എല്ലാവരും ഇത്തരം ആക്രമണങ്ങളെ അപലപിക്കുന്നില്ല. ഇതാണ് പുടിൻ ചൂഷണം ചെയ്യുന്നത്. യുദ്ധം തുടർന്നു കൊണ്ടുപോകുവാൻ പുടിൻ ആക്രമണം നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് സെലൻസ്കി പറഞ്ഞു. റഷ്യൻ ആക്രമണത്തിൽ കീവിൽ 3 അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും ലുട്സ്കിൽ 2 സാധാരണക്കാർക്കും ചെർഹിനിവിൽ ഒരാളും കൊല്ലപ്പെട്ടതായി CNN റിപ്പോർട്ട് ചെയ്തു. വളരെ സൂക്ഷിച്ച് സൈന്യവുമായി ബന്ധപ്പെട്ട സങ്കേതങ്ങൾ മാത്രമാണ് റഷ്യ ലക്ഷ്യമാക്കിയതെന്ന് കരുതാം. ഇതിനു മുൻപ് നടന്ന മിക്ക മിസൈൽ ആക്രമണങ്ങളിലും നഗരങ്ങളിൽ സാധാരണക്കാർ പാർക്കുന്ന പ്രദേശങ്ങൾ തകർത്തതായാണ് യുക്രൈൻ ആരോപിച്ചിരുന്നത്. മിസൈൽ ബോംബ് ആക്രമണങ്ങളിൽ കൗണ്ടർ ഫോഴ്സ് പ്രഹരവും കൗണ്ടർ വാല്യൂ പ്രഹരവുമുണ്ട്. കൗണ്ടർ ഫോഴ്സ് എന്നാൽ ശത്രുവിന്റെ സൈനിക കേന്ദ്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ലക്ഷ്യമാക്കുക. കൗണ്ടർ വാല്യൂ എന്നാൽ ശത്രുവിന്റെ നഗരങ്ങളെയും വ്യവസായ കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കുക. അവിടെ കൗണ്ടർ ഫോഴ്സ് നയം മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് കരുതാം. യുക്രൈന്റെ ഡ്രോൺ ആക്രമണവും ഇതേ ശൈലിയിലായിരുന്നു. റഷ്യയുടെ സൈനിക വിമാനത്താവളങ്ങളിലെ ബോംബർ വിമാനങ്ങൾ മാത്രമാണ് തകർത്തത്. അതുമൂലമുണ്ടായ നാണക്കേട് മാറ്റിയെടുക്കാൻ എന്ന വണ്ണമുള്ള ഒരാക്രമണം മാത്രമാണ് റഷ്യ ഇപ്പോൾ നടത്തിയതെന്ന് കരുതാവുന്നതാണ്.